like to thank Sohan Roy and Aries family for giving an opportunity to come here and to talk about this Aries Industrial Institute. There is a gap between industry and educational curriculum. It should be bridged. ഇങ്ങനെ ഒരു സൗകര്യവും ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടും പുനലൂരിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു കാര്യം, ഒരു ഇൻഡസ്ട്രിയുടെ പേരിൽ വ്യാപകമായി അറിയപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, പുനലൂർ. ദ പുനലൂർ പേപ്പർ മിൽസ്. ഇന്ത്യ മുഴുവൻ ഈ പുനലൂർ എന്നുള്ള സ്ഥലം അറിയപ്പെട്ടിരുന്നത് ഒരൊറ്റ ഇൻഡസ്ട്രിയുടെ പേരിലായിരുന്നു. ഒരു കാലത്ത് ഏഷ്യയിലെ ഏറ്റവും നല്ല ക്വാളിറ്റി പേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം. ആ ഇൻഡസ്ട്രിയുടെ അവസ്ഥ ഇപ്പം എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. ഇറ്റ്സ് ക്ലോസ്ഡ്. അതുകൂടാതെ ഒരു എൻജിനീയറിംഗ് വൈവിധ്യം, ബ്രിട്ടീഷുകാരൻ്റെ ഏറ്റവും നല്ല ഒരു എൻജിനീയറിംഗ് സ്മാരകവും പുനലൂരുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിലാണ് നമ്മുടെ ഈ സ്ഥലം. സോമരായൻ സാർ സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, പുനലൂരെ കുറിച്ച് പറയുമ്പോൾ പേപ്പർ മില്ലിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഇൻഡസ്ട്രി ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇറ്റ്സ് ക്ലോസ്ഡ്, വൈൻഡ് അപ്പ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുമ്പോൾ അതിൻ്റെ പ്രാധാന്യം വലുതാണ്. വി ഹാവ് ടു ചേഞ്ച് ദ കരിക്കുലം അക്കോർഡിംഗ് ടു ദ ഇൻഡസ്ട്രിയൽ നീഡ്സ്. 10-30 വർഷം ഒരു സർക്കാർ സ്കൂളിൽ പഠിപ്പിച്ചൊരു അധ്യാപകനാണ് ഞാൻ. എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു, കാരണം അട്ടപ്പാടിയിലെയും അകലിയിലെയും കാര്യങ്ങളൊക്കെ സോഹൻ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സിനിമ പോലും കാണാത്ത കുട്ടികൾ ഇതുപോലെ ഒരു സൗകര്യം, ഇറ്റ്സ് അമേസിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളൊക്കെ എന്താ പറയുക, സ്വപ്നം കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്ലാസ് റൂം കിട്ടുകയായിരുന്നെങ്കിൽ. 3D പ്രൊജക്ടേഴ്സ്, ഫ്രീസിങ് AC, 4K അറ്റ്മോസ് സൗണ്ട്. ഈ ഒരു സൗകര്യം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. ചോക്കും ബോർഡും മാത്രം ഉപയോഗിക്കുന്ന സ്കൂളിൽ ഇപ്പോൾ ഒരു പ്രിൻസിപ്പലാണ് ഞാൻ. ഞാനവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഒരു ഡിജിറ്റൽ കണ്ടൻറ്റൊക്കെ കുറേയൊക്കെ സാധിക്കുന്നു. താങ്ക് യു സോഹൻ ഫോർ മേക്കിംഗ് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ പുനലൂർ. ആൻഡ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ എന്നെ A+B ² A² + 2AB + B² എന്ന് പഠിപ്പിച്ച സാർ ഇവിടെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കണ്ടു. വിജയമർ സാർ ഇവിടെയുണ്ട്. എൻ്റെ 10ാം ക്ലാസ്സിന് മുമ്പും A+B ² A² + 2AB + B² പഠിപ്പിച്ച സാറാണ്. ആ 10ാം ക്ലാസ്സിന് ശേഷം ഇന്ന് വരെ ഞാൻ ഈ ഒരു ഇക്വേഷൻ എൻ്റെ ജീവിതത്തിൽ എങ്ങും ഉപയോഗിച്ചിട്ടില്ല. ഇത് സത്യമാണ് ഈ പറയുന്നത്. സൈൻ തീറ്റയും കോസ് തീറ്റയൊക്കെ അതോടുകൂടി മറന്നതാണ്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷ പാസ്സാവാൻ വേണ്ടി മാത്രം. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വം അത് തന്നെയായിരുന്നു, A+ കിട്ടണം, ദാറ്റ്സ് ഓൾ. പക്ഷെ ഒരു എൻട്രി ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത്, നമ്മുടെ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിട്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് പോകുന്ന ആൾക്കാർ പോലും ആ അറ്റ്മോസ്ഫിയർ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്, എന്താണെന്ന് അറിയില്ല. ദെൻ ദേ ഹാവ് ടു ഗോ ഫോർ ദ ഷോർട്ട് ടേം കോഴ്സസ് ആൻഡ് ഓൾ. ദെൻ ദേ വിൽ ബി എൻട്രിങ് ഇൻ ടു ദ ഇൻഡസ്ട്രി. സ്ലോലി ദേ വിൽ ബി പിക്കിങ് അപ്പ്. ബട്ട് ദിസ് ഈസ് സംതിങ് അമേസിങ്. അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ന്യൂ ജനറേഷൻ കോഴ്സസ് കൃത്യമായി പഠിച്ചിട്ട് പോവുക. then it will be well and good for the industry operators and the students also. So ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ട്രിവാൻഡ്രത്ത് ഈ 3D തിയേറ്റർ വന്നിട്ട് ആ കോവിഡ് ടൈമിലാണ് തോന്നുന്നത് 3D തിയേറ്റർ ട്രിവാൻഡ്രത്ത് വന്നത്. അപ്പം ഞാൻ സോഹനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തു, ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, സോ ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ കുറേ മീറ്റ് അവിടെ നടത്താനായിട്ട് റിക്വസ്റ്റ് ചെയ്തു. കേരളത്തിൽ അങ്ങേറ്റം കാസർഗോഡ് മുതലുള്ള ടീച്ചേഴ്സിൻ്റെ ഒരു ട്രെയിനിങ് അവിടെ വെച്ച് നടത്തി. ഇവർ വന്ന് ആ തിയേറ്ററിലേക്ക് ആ എൻട്രിയിൽ അങ്ങോട്ട് കയറി ഇതൊക്കെ കണ്ട അന്തം വിട്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. 3 ഡയമെൻഷണൽ പ്രൊജക്ഷൻ, ഇവർ ബയോളജി റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ 3D പ്രൊജക്ഷനൊക്കെ ഇവർ കണ്ടിട്ട് ഇവർ പറയുകയാണ്, സർ ഇത് 2-3 മണിക്കൂറും ക്ലാസ്സിൽ ഞങ്ങളിട്ട് വായിട്ട് അലയ്ക്കുന്നത് ജസ്റ്റ് വിത്തിൻ 2 minutes ദ സ്റ്റുഡൻസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെരി ഈസിലി. ഇപ്പം നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇരിപ്പുണ്ട് 2 ഡയമെൻഷണൽ പ്രൊജക്ടേഴ്സ് ഇരിപ്പുണ്ട്. അതൊക്കെ വൈപ്പ് ഔട്ട് ചെയ്യേണ്ട കാലം കഴിഞ്ഞു. ഒരു ഗ്ലാസ് മാത്രം മതി, ഒരു സ്പെക്സ് മാത്രം മതി. സ്പെഷ്യലി എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് ഈ ഫിസിക്സ് പോലെയുള്ള സബ്ജക്ട്സ് അതിനൊക്കെ ആ 3 ഡയമെൻഷണൽ വിഷൻസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പണ്ട് നമ്മൾ ആലിപ്പഴം പെറുക്കാൻ സിനിമ കണ്ടിട്ടുണ്ട്, ഒരു 3D നമ്മളൊക്കെ കണ്ട് അന്തം വിട്ടിരുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ എഡ്യൂക്കേഷൻ കരിയറിലേക്ക് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് വരേണ്ട കാലം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴെങ്കിലും അത് കൊണ്ടുവന്നത് ഇരീസ് ഗ്രൂപ്പാണ്. ട്രിവാൻഡ്രത്ത് 3D എഡ്യൂക്കേഷൻ തിയേറ്റർ ഇന്നും ഞങ്ങൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും വിത്ത് ദ സപ്പോർട്ട് ഓഫ് സോഹൻ റോയ് വി ആർ യൂസിങ് ദാറ്റ്. കുട്ടികളെയൊക്കെ അവിടെ കൊണ്ടുപോയി കാണിക്കണം താല്പര്യമുണ്ട്. എഡ്യൂക്കേഷൻ കണ്ടൻറ്റ് ഇപ്പോൾ ആവശ്യം പോലെ അവൈലബിൾ ആണ്, 3D കണ്ടൻറ്റ് അവൈലബിൾ ആണ്. So it's a great step. Thank you very much, and thank you for giving an opportunity to come on here to talk. Thank you.